ഹായ് ഫ്രണ്ട്സ്, റോഡീസ് ഗാരേജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു DIY, അതായത് ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ സാധനം എന്താണെന്നറിയാമല്ലോ, നമ്മുടെ വാഹനങ്ങളുടെ ഹോണാണ്, ഇലക്ട്രിക് ഹോൺ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസാണ്. ഇതിൻ്റെ അകത്തൊരു സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ളൊരു ഡയഫ്രം ഉണ്ട്, ഒരു കോയിലുണ്ട്, പിന്നെ ഒരു കോണ്ടാക്ട് ബ്രേക്കർ. അത് മിക്കവാറും പ്ലാറ്റിനം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രഷ്യസ് മെറ്റൽ കൊണ്ടൊന്നും വെച്ചൊരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ആ പോയിന്റ് ഓക്സിഡേഷൻ കാരണം ക്ലാവ് പിടിക്കുകയോ അല്ലെങ്കിൽ അഴുക്ക് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോൺ കേൾക്കാതാവും. മിക്കവാറും ഈ ഹോണിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുകയോ അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടാകുകയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുക. പലരും ഈ ഹോൺ നന്നാക്കാൻ കഴിയാതെ ഉപേക്ഷിക്കുകയും പുതിയ ഹോൺ വാങ്ങിക്കുകയാണ് പതിവ്. പണ്ടൊക്കെ ഇത് നമ്മൾ അഴിച്ച് റിപ്പയർ ചെയ്യുമായിരുന്നു. ഇതെങ്ങനെ റിപ്പയർ ചെയ്യാം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഹോൺ നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് വേണ്ടത് സ്ക്രൂ ഡ്രൈവർ. ഒന്നുകിൽ നമുക്ക് ഫ്ലാറ്റ് ഹെഡ് അല്ലെങ്കിൽ ക്രോസ് ഹെഡ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ തന്നെ 7mm ഒരു റിംഗ് സ്പാനർ അല്ലെങ്കിൽ ഒരു ഡബിൾ എൻഡ് സ്പാനർ യൂസ് ചെയ്യാം. കൂടെ ഒരു 400 ഗ്രിറ്റിൻ്റെ ഒരു പേപ്പർ, ക്യാബറി പേപ്പർ യൂസ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തുരുമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പ്രേ, WD-40 വർത്തിൻ്റെ റെസ്റ്റ് ഓഫോ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വർത്തിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക്, അതുപോലെ തന്നെ ക്രോം, ക്ലിയർ കോട്ടൺ, ഇങ്ങനെ 3 പെയിൻറ്റും പിന്നെ അത്യാവശ്യം കുറച്ച് കോട്ടൺ വേസ്റ്റുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയും സാധനങ്ങളുണ്ട് നമുക്ക് പണി തുടങ്ങാം. അങ്ങനെ ഈ ഗ്രില്ലിന് ചുറ്റുമുള്ള സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഗ്രില്ല് തുറക്കാം. ഈ ഡയഫ്രം വളരെ ശ്രദ്ധാപൂർവം ഊരുക. ഈ ഗ്യാസ്കറ്റ് കളയരുത്, ഇതിനകം മുഴുവൻ തുരുമ്പാണ്. ഇനി ഈ തുരുമ്പ് മുഴുവൻ നമുക്ക് വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് 120 ഗ്രിറ്റ് പേപ്പറാണ്, എമറി പേപ്പർ. ഇതിലേക്ക് നമുക്ക് ഈ സാധനം ഉരച്ചു കൊടുക്കും. ഈ പോയിൻറ്റ്സ് നമുക്ക് അഴിക്കാതെ തന്നെ വൃത്തിയാക്കാൻ ശ്രമിക്കാം. അതിനായിട്ട് 400 ഗ്രിറ്റിൻ്റെ പേപ്പർ ഇങ്ങനെ കീറിയിട്ട് രണ്ടായിട്ട് മടക്കി ഇതിൻ്റെ ഇടയിലേക്ക് കയറ്റുക. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 2 പോയിൻറ്റ്സ് ഈ 2 മേറ്റിംഗ് സർഫസിന് നേരെ വേണം വരാൻ. അപ്പോൾ അതനുസരിച്ച് ഈ ഹോൾ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ വെച്ച് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ലീഡ് ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. വെച്ച് നോക്കാം. ഇതിപ്പം
ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകം മുഴുവൻ ബ്ലാക്ക് പെയിൻറ് കൂടെ അടിച്ചിട്ട് ബാക്കി ഫിറ്റിംഗ് ചെയ്യാം. നമ്മൾ ഡയഫ്രം പെയിൻറ് ചെയ്യുന്നില്ല, കാരണം പെയിൻറ്റിൻ്റെ തിക്നെസ് ഈ ഡയഫ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ ഡയഫ്രം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത് ഇനാമൽ തിന്നർ ഉപയോഗിച്ച് ഇതിലെ അഴുക്കും എല്ലാം തുരുമ്പും എല്ലാം, പ്രത്യേകിച്ച് ഇതിൽ തുരുമ്പ് കാര്യമായിട്ട് കയറിയിട്ടില്ല, അതുകൊണ്ട് നമ്മളിത് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ പൗഡർ കോട്ടിംഗ് ആണുള്ളത്. അത് അതിൻ്റെ ടോണിനെ അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തുടച്ച് വൃത്തിയാക്കി ഇതിലെ തുരുമ്പും മറ്റ് അഴുക്കും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ നമ്മളിത് റീഅസംബിൾ ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡയഫ്രം സെറ്റ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് ഇതിന് മാച്ചാകുന്ന രീതിയിൽ ഇത് നമുക്ക് ഇനി ഗ്രില്ല് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മുകളിലത്തെ ടെർമിനൽ എപ്പോഴും ടോപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് കണക്കാക്കി ഇങ്ങനെ ഗ്രില്ല് വെക്കുക. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ടെസ്റ്റ് ചെയ്യാം. ഇത് ഒരെണ്ട് ഞാനിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, അടുത്തെണ്ട് കണക്ട് ചെയ്തു. അപ്പോൾ അടുത്ത ഹോണും ഇതുപോലെ തന്നെ ശരിയാക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 ഹോൺ ഫിറ്റ് ചെയ്യും. വാഹനങ്ങളിലെ ഹോൺ ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇത്രയുള്ള കാര്യം. ഇനി ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.